പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഈ നിമിഷം രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ ദ്വികാരുണ്യ ആരാധനയുടെ സമയത്ത് നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെടുക. ഈ പ്രഭാതത്തിൽ ഈ പുണ്യ നിമിഷങ്ങളിൽ തമ്പുരാൻ നൽകുന്ന വലിയ ചിന്തകളെ നമുക്ക് ഹൃദയം കൊണ്ട് വിവേചിച്ചറിയാനായി സാധിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഈ വചനത്തിലൂടെ ഈശോനാഥൻ നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്: നിങ്ങളുടെ നിക്ഷേപത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നിക്ഷേപം നല്ലതാണ് എങ്കിൽ നമ്മുടെ ഹൃദയം അങ്ങോട്ട് സ്വാഭാവികമായിട്ടും കടന്നു ചെല്ലും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിക്ഷേപം എവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഒരു നിമിഷം നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണ് എന്ന് പരിശോധിക്കുക. ആത്മീയ മേഖലകളിലാണോ? ഭൗതിക മേഖലകളിലാണോ? സൗഹൃദങ്ങളിലാണോ? ജോലി തിരക്കുകളിലാണോ? എവിടെയാണ് നമ്മുടെ കൂടുതൽ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ ആയുസ്സിൻ്റെ കൂടുതൽ സമയം, നമ്മുടെ പണം, ഇതൊക്കെ നമ്മൾ എവിടെയാണ് കൂടുതൽ നിക്ഷേപിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇതാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. നിങ്ങളുടെ നിക്ഷേപത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ആയതിനാൽ കൂടെ ഉത്തമ വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ നമ്മൾ ഈ ഒരു കാര്യം തിരിച്ചറിയണം. നമ്മുടെ നിക്ഷേപം എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലാണ് എൻ്റെ നിക്ഷേപമെങ്കിൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ തന്നെയായി. നല്ല മനോഹരമായൊരു ചിന്തയാണ് ഇന്ന് നമുക്ക് തമ്പുരാൻ ഈ നിമിഷം നൽകുക. സജീവമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് നമ്മോടെപ്പോഴും സംസാരിക്കുന്ന, നമ്മുടെ സംസാരം മുഴുവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഹൃദയവിചാരങ്ങൾ പോലും മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കുന്ന തമ്പുരാനാണ് നമ്മോടെപ്പോഴും പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ ചിന്ത നൽകുകയാണ്: നിങ്ങളൊന്നും നൽകാതെ തിരിച്ചൊന്നും കിട്ടുകയില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അത് മറു രീതിയിലാണ് സുവിശേഷത്തിൽ മത്തായി സുവിശേഷം 7:2 കാണുക: നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. എൻ്റെ മുമ്പത്തെ വചനം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. അതിന് 2-ാം ഭാഗമാണ് നമ്മൾ എടുക്കുക. മത്തായി 7:2 2-ാം ഭാഗം: നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്നും നൽകാതെ ഒന്നും തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള വലിയൊരു രഹസ്യം കൂടി ആ വചനത്തിൻ്റെ ഉള്ളിൽ തമ്പുരാൻ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങളെ ആദ്യം നമ്മൾ കണ്ട കാര്യം ഇതാണല്ലോ: ഹൃദയം എവിടെയോ ആയിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ നിക്ഷേപം എവിടെയാണ് എന്ന് തിരിച്ചറിയണമെന്നുള്ളതാണ്. ആ സമ്പാദ്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ എന്ത് അളവ് ഉപയോഗിച്ചുകൊണ്ടാണ്, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സമ്പാദ്യങ്ങൾ, നമ്മുടെ ഹൃദയം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന സമ്പാദ്യങ്ങൾ, അത് ആത്മീയ മേഖലയോ ഭൗതിക മേഖലയോ എന്തുമായിക്കൊള്ളട്ടെ,
നമ്മൾ കൂടുതൽ സമയം, കൂടുതൽ ആയുസ്, കൂടുതൽ പണം, ഇങ്ങനെയുള്ള എന്ത് കാര്യവും നമ്മൾ ഉപയോഗിക്കുന്നത് അത് നേടിയെടുക്കാൻ, ആ നിക്ഷേപം കൂട്ടുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത, ഒരു വിധി നമ്മൾ ഏറ്റെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു അളവ് നമ്മൾ വയ്ക്കാറുണ്ട്. ആ അളവ് കൊണ്ട് തന്നെ നമുക്ക് മനോഹരമായിട്ട് അളന്നു കിട്ടും എന്ന് തന്നെയാണ് ഈശോ പറയുക. അപ്പോൾ ഈ 2 വചനത്തിലൂടെയും തമ്പുരാൻ നമ്മോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തെ സംരക്ഷിക്കാനും പറയുമ്പോഴും, അതുപോലെ തന്നെ നിങ്ങളൊന്നും നൽകാതെ തിരിച്ചൊന്നും കിട്ടുകയില്ല എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ അനുഗ്രഹത്തിൻ്റെ വഴികൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കർത്താവിൽ നമ്മുടെ നിക്ഷേപങ്ങളെ തുരുമ്പോ കള്ളനോ ഒന്നും കൊണ്ടുപോകത്തില്ലാത്ത സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപത്തെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ഒന്ന് സാധിക്കണം എന്ന് പറയുന്നു. രണ്ടാമത്തത്, ഹൃദയപൂർവ്വം നമ്മോട് സഹോദരങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ടൊന്ന് ധ്യാനിക്കാം. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? അതുപോലെ തന്നെ നമ്മുടെ അളവുകോൽ എന്താണ്? ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒക്കെ നമ്മുടെ അളവുകോൽ എന്താണ്? ഓരോ കാര്യങ്ങളോടുമുള്ള നമ്മുടെ അളവുകോൽ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഹൃദയത്തിലൊന്ന് പരിശോധിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.